ഞാൻ ഞാൻ നിന്റെ പ്രപ്പോസലിന് മറുപടി പറഞ്ഞില്ല. ഇത്രയും വലിയൊരു കാര്യം നീ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നും എന്തോ പറയണമെന്നും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാ നിന്നെ അവോയ്ഡ് ചെയ്തേ. ഇപ്പൊ എന്റെ കൺഫ്യൂഷൻ മാറിക്കഴിഞ്ഞപ്പോ നീ എന്നെ വിട്ടിട്ട് പോകുന്നല്ലേ? ഞാനിപ്പോ എന്റെ ഫീലിങ്സ് റിയലൈസ് ചെയ്തപ്പോ നിന്റെ ഫീലിങ്സ് നീ മറന്നുവല്ലേ? പ്രിയ, എനിക്കറിയില്ല ഇതെപ്പോഴാ സംഭവിച്ചതെന്ന്. പക്ഷെ നീ എന്റെ എല്ലാമായി മാറിക്കഴിഞ്ഞു. നീ എന്റെ അടുത്തില്ലാത്തപ്പോ എനിക്ക് തോന്നാറുണ്ട് മ്യൂസിക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നീ ഇല്ലാതെ പറ്റില്ല എന്ന്. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം തിരയുന്നത് നിന്നെയാണ്. രാത്രിയായാലും നിന്നെ കണ്ട് ഉറങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരെ ഓർത്തില്ലെങ്കിലും നിന്നെ ഓർക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല പ്രിയ. സന്തോഷത്തിനും ദുഃഖത്തിനും എല്ലാം നിന്നെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ നിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ്. ഞാൻ നിന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന്. പക്ഷെ നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലേ പ്രിയ? നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നീ ഇത് എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? നീ എനിക്ക് തന്ന ഫീലിങ്സ് ആണത്. പക്ഷെ എന്തുകൊണ്ടാ നിനക്കത് ഫീൽ ചെയ്യാൻ പറ്റാത്തത് പ്രിയ? ഇനി അത് തുറന്നു തന്നെ പറയേണ്ടി വരും. ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. Yes, I love you. I love you. I really do love you. പ്രിയ, നീ എന്റെ ജീവൻ രക്ഷിച്ച് യഥാർത്ഥ സ്നേഹം കാണിച്ചു തന്നു. പക്ഷെ എനിക്ക് എന്റെ സ്നേഹം കാണിക്കാനുള്ള അവസരം തരില്ലേ? ഞാൻ ഒരിക്കലും നിന്നെ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. നിനക്കും എന്നെ തനിച്ചാക്കിയിട്ട് പോവാൻ പറ്റില്ല പ്രിയ. കമോൺ പ്രിയ, മുന്നോട്ട് വാ പ്രിയ. ഗിവ് മീ യുവർ ഹാൻഡ്. എന്റെ കൈ ഒന്ന് പിടിക്ക് പ്രിയ. എന്റെ കൈ പിടിക്ക് പ്രിയ. ഞാൻ വാക്ക് തരാണ്, ജീവിതം മുഴുവനും ഞാൻ നിന്റെ ഈ കൈ വിടില്ല. ഐ പ്രോമിസ് യു, ഐ വോണ്ട് ലീവ് യുവർ ഹാൻഡ്. കമോൺ പ്രിയ. പ്രിയ, മുന്നോട്ട് വാ. മുന്നോട്ട് വന്ന് എന്റെ കൈ പിടിക്കേ. നിനക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയെങ്കിലും പ്രിയ ധൈര്യമായിട്ട് വന്ന് എന്റെ കൈ പിടിക്കേ. ഞാനുണ്ട് പ്രിയ നിന്റെ കൂടെ. മാത്രം നോക്കിയാൽ മതി. Look at me. മുന്നോട്ട് വാ. ഈ സ്നേഹത്തോടുള്ള ഹഗ്ഗുണ്ടല്ലോ, അത് ഫീലിങ്സ് ഉണ്ടാവും, ഇമോഷൻസും ഉണ്ടാവും. പിന്നെ ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ വിടാനും തോന്നില്ല. അഭി മനസ്സ് അനുവദിക്കേയില്ല.
അബി, നീ അത് ചെയ്ത് കാണിച്ചിരിക്കുക. നീ പ്രിയയെ രക്ഷിച്ചു. ആക്ച്വലി ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ നീ ചെയ്തിരിക്കുക അബി. ഈ സമയം നിന്റെ കൺഫ്യൂഷൻ മാറി കിട്ടി. പിന്നെ നിന്റെ മനസ്സിലുള്ള ഫീലിംഗ്സ് ഉണ്ടല്ലോ, അതിപ്പോ പുറത്തു വന്നു. നിനക്ക് നിന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റി അബി. ഫൈനലി നീ നിന്റെ സ്നേഹത്തിന്റെ കൺഫ്യൂഷനും നടത്തി. അബി, നിനക്കറിയോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ബുൾബുൾ എത്രമാത്രം... ഹലോ, റിലാക്സ്. എന്ത് കൺഫ്യൂഷൻ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ ജീവൻ രക്ഷിക്കാനാ. പിന്നെ നിനക്ക് പ്രോബ്ലത്തിൽ പോയി ചാടുന്ന ഒരു ശീലമാണ്, രസമാണല്ലേ നിനക്ക്? പിന്നെ നീ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്? ഓരോ പ്രോബ്ലം വരുമ്പോഴും ഞാൻ വന്ന് രക്ഷിക്കുന്നു. ദിസ് ഈസ് ദ ലാസ്റ്റ് ടൈം. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയുണ്ടല്ലോ, നിന്റെ അടുത്തേക്ക് പോലും ഞാൻ വരില്ല. ഡു യു ഗെറ്റ് ദാറ്റ്? അബി, നീ എന്തൊക്കെയാ പറയുന്നത്? നീ കേട്ട കാര്യം തന്നെ പറഞ്ഞേ. എനിക്കറിയത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ ആണെന്ന്. നിങ്ങൾ രണ്ടും എന്നെ മനഃപൂർവ്വം ഈ സിറ്റുവേഷനിൽ പെടുത്തിയതാണ്. എന്നാലല്ലേ ഇവൾ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറയത്തുള്ളൂ. അബി, നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട് വെറുതെ. ഞാനാണോ കൂടുതൽ സംസാരിക്കുന്നത്? നീ ലിമിറ്റ് പോലും കടന്നുപോയി. നിനക്കറിയില്ല ഇവക്ക് ഹൈറ്റ് പേടിയാണെന്ന്. എന്നിട്ട് നീ ഇവളെ പുറത്തേക്ക് അയച്ചു. ഇവക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് പറയുമായിരുന്നു അച്ഛമ്മയോടും ഇവളുടെ ഫാമിലിയോട് എന്ത് പറയുമായിരുന്നു? അവരൊക്കെ കാരണം ഞാൻ ഇവളെ ഇതുവരെ ഒന്നും പറയാതിരുന്നത്. പക്ഷെ ഇനി എനിക്ക് പറ്റില്ല. ഇനി ഒട്ടും ക്ഷമിക്കാൻ പറ്റില്ല പ്രണവ്. നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? അപ്പൊ നീ പറഞ്ഞതിനൊന്നും ഒരു വിലയില്ല അബി. ഓഫ് കോഴ്സ് നോട്ട്. എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല പ്രണവ്. ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. എന്ന് വെച്ചാൽ നീ പ്രിയയെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അല്ലേ? അവർക്ക് നിന്റെ ലൈഫിൽ ഒരു സ്ഥാനമില്ല അല്ലേ? നോക്കൂ പ്രണവ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഐ ഡിഡ്ന്റ് സേ ദാറ്റ്. ഇവള് നല്ല പെൺകുട്ടിയാണ്, നിഷ്കളങ്കയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവളെ. എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോ ഇവളും എന്നെ വെച്ച് ഗെയിം കളിക്കാൻ തുടങ്ങി. ആൻഡ് ഐ ഹേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. നുണ പറയാ നീ. നിന്റെ മനസ്സിലെന്താണെന്ന് മുഖം കണ്ടാൽ അറിയാം. നിനക്ക് ചേച്ചിയോട് വെറുപ്പാണെങ്കിൽ പിന്നെ ചേച്ചി തിരികെ വന്നപ്പോ നീ എന്തിനാ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്? പറയാ. ചേച്ചി നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോ നിന്റെ മനസ്സിൽ ആ ഫീലിംഗ്സ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫീലിംഗ്സ്. അങ്ങനെ ഒന്നുമില്ല പ്രണവ്. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഹഗ് ചെയ്തേ? നിനക്ക് ചേച്ചിയോട് വെറുപ്പല്ലേ? ചേച്ചിയോട് ഒരു സ്നേഹവും ഇല്ലല്ലോ. നിന്നെ ഇറിറ്റേറ്റ് ചെയ്യും, ദേഷ്യം പിടിപ്പിക്കും. പിന്നെ എന്താ അബി നീ ചേച്ചി അടിക്കാത്തെ? പറയാ അബി, നിനക്കെന്താ ഉത്തരം മുട്ടിപ്പോയോ? എനിക്കത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല പ്രണവ്. കാരണം സത്യം എന്താണെന്ന് എനിക്കറിയാം. നീ പറയുന്നൊന്നും സത്യമല്ല അബി. നീ പ്രൂവ് ചെയ്യ അബി. ചേച്ചിയോട് ദേഷ്യമാണ്, വെറുപ്പാണെന്നൊക്കെ. നിനക്ക് ചേച്ചിയോട് ഒരു ഫീലിംഗ്സും ഇല്ലല്ലോ. നിനക്ക് തോന്നുന്നല്ലേ ചേച്ചി നിന്നോട് ഗെയിം കളിക്കുകയാണെന്ന്? എങ്കിൽ ചേച്ചി അടിക്കാം അബി, വേഗം അടിക്കാം. പ്രണവ്, എനിക്കൊന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തു. ആൻഡ് യു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ പ്ലീസ് എന്റെ അടുത്ത് നിന്ന് മാറിപ്പോവാൻ പ്ലീസ് ലീവ് മീ അലോൺ. ബോത്ത് യു ഗൈസ്. ഇതെപ്പോഴാ സംഭവിച്ചതെന്ന്. പക്ഷെ നീ എന്റെ എല്ലാമായി മാറിക്കഴിഞ്ഞു. നീ എന്റെ അടുത്ത് ഇല്ലാത്തപ്പോ എനിക്ക് തോന്നാറുണ്ട് മ്യൂസിക് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ നീ ഇല്ലാതെ പറ്റില്ല എന്ന്. നീ ഇത് പറയും, നിനക്ക് അസൂയൊന്നുമില്ലല്ലോ? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവളുടെ ജീവൻ രക്ഷിക്കാനാ. ഇവക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്ത് പറയുമായിരുന്നു അച്ഛമ്മയോടും ഇവളുടെ ഫാമിലിയോട് എന്ത് പറയുമായിരുന്നു? നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ പ്ലീസ് എന്റെ അടുത്ത് നിന്ന് മാറിപ്പോവാൻ പ്ലീസ് ലീവ് മീ അലോൺ. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? കണ്ണുണ്ടോ എനിക്ക്? നീയോ ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? വലിയ സ്റ്റാർ ആണെന്ന് വെച്ച് തോന്നിയ പോലെ വണ്ടി ഓടിക്കാന്നാണോ? ആരെ വേണമെങ്കിലും ഇടിച്ചിടാന്നാണോ? ഓക്കേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ആർ യു ഫൈൻ? ഞാൻ നിങ്ങളെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? സോറി, ഇറ്റ്സ് ഓക്കേ.
താങ്ക് ഗോഡ് നീ വന്നല്ലോ. ഞാനാണെങ്കിൽ ക്ഷമ നശിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു. ചേച്ചിയുടെ ചേട്ടന്റെ കാര്യം എന്തായെന്ന് അറിയാതെ. നീ വീഡിയോ എടുത്തല്ലോ അല്ലേ? പ്ലീസ് എനിക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു താ. എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. പ്രണവ് നിന്റെ ഫോൺ താ. എന്ത് പറ്റി പ്രണവ്? ഐ എം സോറി ബൾബൾ. ഞാൻ തോറ്റുപോയി. നമ്മൾ കരുതുന്ന പോലെയൊന്നും അല്ല അബി. അബിക്ക് ചേച്ചിയോട് ഒരു സ്നേഹവും ഇല്ല അബിക്ക്. നീ തമാശ പറയല്ലേ പ്രണവ്? എനിക്കറിയാം പ്രണവ് നീ എന്നെ കളിപ്പിക്കാണെന്ന്. മനഃപൂർവ്വം പറയുന്നില്ല ചേച്ചി. ഐ മീൻ ചേട്ടന് ചേച്ചിയോട് സ്നേഹമല്ലെന്ന് പറ. നീ തമാശ പറഞ്ഞു. തമാശയല്ല പറയുന്നേ. അബി പ്രിയച്ച് ശരിക്കും സ്നേഹിക്കുന്നില്ല. അവന് ഒരു സ്നേഹവും ഇല്ല. ചേച്ചിയുടെ വെറുപ്പ് മാത്രം അവന്. ഐ എം ഷുവർ ചേട്ടൻ നുണ പറയോ. പക്ഷെ ചേട്ടൻ എന്താ ചേട്ടൻ നുണ പറയുന്ന? ചേച്ചിയോട് എന്തിനാ അങ്ങനെ പറയുന്നു പ്രണവ്? എനിക്ക് തോന്നുന്നത് അവൻ ഈ കാര്യങ്ങളെല്ലാം അവന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെക്കാൻ നോക്കുന്നേന്നാ. അവന്റെ ഫീലിംഗ്സ് ഒരിക്കലും കൺഫ്യൂസ് ചെയ്യണമെന്ന് അവൻ ആഗ്രഹമില്ല. അവൻ നമ്മളെ പ്രിയച്ച് സ്നേഹിക്കുന്നേ ഇല്ല. ബുൾബുൾ 1 minute. നീ എനിക്ക് കാര്യം എന്താന്ന് പറഞ്ഞതാ ശരിക്കും. ഇത് ക്രൂരത. അയാൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എങ്ങനെ ചെയ്യാൻ തോന്നി എന്റെ ചേച്ചിയോട് ഇങ്ങനെയൊക്കെ? അയാൾ പബ്ലിക്കിന് വലിയ റോക്ക് സ്റ്റാർ ആയിരിക്കും. പക്ഷെ എന്റെ മുന്നിൽ അയാൾ ഒരു ഭീരുവ. അയാളുടെ സിറ്റുവേഷനിൽ നിന്ന് അയാളിൽ നിന്ന് തന്നെ അയാളുടെ ഫീലിംഗ്സിൽ നിന്ന് എന്റെ ചേച്ചിയിൽ നിന്ന് പോലും ഒളിച്ചോടുവാണ് അയാൾ. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ലോകം മുഴുവൻ അയാൾക്ക് ഫാൻസ് ഉണ്ട്. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി അയാൾ ലവ് സോങ് പാടുന്നുണ്ട്. എന്റെ ചേച്ചിയോട് മാത്രം എന്തുകൊണ്ട് ഐ ലവ് യു പറയുന്നില്ല? എന്തുകൊണ്ട് കൺഫ്യൂസ് ചെയ്യുന്നില്ല? ചേട്ടന് ചേച്ചിയോടല്ലോ സ്നേഹം, വേറെ ആരോടൊക്കെയോ അല്ലേ? സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കേ. ബട്ട് തെറ്റായ പ്രതീക്ഷകൾ കൊടുക്കുന്ന എന്തിനാ? പറഞ്ഞൂടെ ചേച്ചിയോട് സ്നേഹമില്ല, വെറുപ്പാണെന്ന്? എന്റെ ചേച്ചി സ്വപ്നം കാണാതെങ്കിലും ഇരിക്കില്ലേ? അവളോട് സ്നേഹമില്ലെന്ന് അറിഞ്ഞാൽ ഐ നോ അവൾക്ക് വിഷമം വരും, മനസ്സ് തകരും അവളുടെ. അറ്റ്ലീസ്റ്റ് ദിവസം ഇങ്ങനെ മരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ ഒറ്റ തവണ മരിക്കുന്നത്? പ്രണവാലി നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ നീ അവളെ തടഞ്ഞില്ലേ? തടഞ്ഞോ ഇല്ലയോ? അതോ അവൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുത്തോണ്ടിരുന്നു? ഇല്ലല്ലോ. അതുപോലെ ചേട്ടൻ എന്തുകൊണ്ട് പറയുന്നില്ല ചേച്ചിയോട് ചേട്ടന് സ്നേഹം ഇല്ലെന്ന്? പകരം അവളോട് വെറുപ്പാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ലെന്ന് എനിക്ക് പറഞ്ഞു താ പ്രണവ്. ഐ തിങ്ക് യു ആർ റൈറ്റ്. ഇനി എന്ത് ചെയ്താലും അത് നേർക്കുനേർ ചെയ്യേണ്ടി വരും. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അബിക്കെല്ലാം തുറന്നു പറഞ്ഞേ പറ്റൂ അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. either this way or that way. ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന്. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്തു പറ്റി? വിഷമം വല്ലതുമുണ്ടോ? എന്താ? ഇത് തന്നെ അച്ഛമ്മേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഒന്നും നന്നായി തോന്നുന്നില്ല അച്ഛമ്മേ. എന്റെ മനസ്സിൽ എന്തോ ഒരു ഫീലിംഗ്, ഞാനെന്തോ തെറ്റ് ചെയ്ത് പോയോന്ന്. ഒന്നും ചെയ്യാൻ മനസ്സ് വരുന്നില്ല അച്ഛമ്മേ. ആരോടെങ്കിലും സംസാരിക്കാനോ ആരെങ്കിലും പറയുന്നത് കേൾക്കാനോ എന്നാ ഒറ്റയ്ക്കിരിക്കാനോ എനിക്ക് പറ്റുന്നില്ല. അറിയില്ല എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. എനിക്ക് മനസ്സിലായി, വളരെ നല്ലപോലെ മനസ്സിലായി മോനെ. അതെന്താണെന്നോ, നമുക്ക് ദേഷ്യം വരുമ്പോൾ അതിനെ നമ്മൾ മനസ്സിൽ തന്നെ അടക്കി വെച്ചിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? വളരെ വിഷമം തോന്നും. പക്ഷേ നീ വിഷമിക്കേണ്ട, ഒട്ടും വിഷമിക്കേണ്ട. കാരണം സ്നേഹമുള്ളിടത്ത് ദേഷ്യം, വാശി ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സ്നേഹമുണ്ടല്ലോ, അത് മനുഷ്യന് ദേഷ്യപ്പെടാനുള്ള അവകാശം തരിക തന്നെയാ ചെയ്യുന്നത്. ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അവരോട് നമുക്ക് ദേഷ്യവും തോന്നും. അപ്പൊ ഞാൻ പ്രിയയോട് വഴക്കുണ്ടാക്കുന്നതും ബഹളം വയ്ക്കുന്നതൊക്കെ ഇതുകൊണ്ടാണോ? എനിക്ക് അവളോട് സ്നേഹമുള്ളതുകൊണ്ട്. നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളുണ്ടല്ലോ, അത് പളുങ്ക് പോലെയാണ് മോനെ. അത് വളരെ ഉച്ചത്തിൽ സംസാരിച്ചാലും പറയുന്ന കേൾക്കാതെ ഇരുന്നാലും പൊട്ടിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങളെ
വളരെ സൂക്ഷിച്ചു തന്നെ അതിനെ കൈകാര്യം ചെയ്യണം. പിന്നെ മോനെ, ഇങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അതിന് വേറൊരു ഭംഗി കൂടിയുണ്ട്. ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ പരസ്പരമുള്ള കുറവുകൾ തിരയരുത്. കാരണം നമ്മൾ എപ്പോൾ മനുഷ്യരിൽ കുറവുകൾ തിരയുന്നോ, കുറവുകൾ കണ്ടുപിടിക്കാൻ നോക്കുന്നോ, പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിപ്പോകും. കാരണം ഒരു മനുഷ്യനും കുറവില്ലാത്തവരായി ഇല്ല. ഈ കാര്യത്തിൽ എന്റെ അഭി വളരെ ഭാഗ്യം ചെയ്തവനാണ്. പ്രിയയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ലേ. അവൾ ഒന്നും മിണ്ടാതെ തന്നെ നിന്റെ എല്ലാ മുൻചുണ്ടിയും കൈകാര്യം ചെയ്യുന്നു. ഈ കോഫി ഇവിടെ ആരാ കൊണ്ടുവച്ചേ? ഐ എം സോറി, ഞാനാ വെച്ചത്. ഒന്ന് ഉറക്കെ പറ. ഞാനാ വെച്ചത് കോഫി. എനിക്ക് ചെവിയും കേട്ടൂടെ? ഞാൻ പറഞ്ഞില്ലെന്ന് ഉറക്കെ പറയാ. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വഴക്കോ ബഹളമോ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളോ വന്നാൽ അപ്പൊ മോനെ, മൂന്നാമതൊരാളെ നടുവിലേക്ക് കൊണ്ടുവരരുത്. അതിനി നിന്റെ കൂട്ടുകാരനോ എത്ര അടുത്ത ആളായാൽ പോലും സ്വന്തം വൈഫിനെ മൂന്നാമതൊരാളുടെ മുന്നിൽ തല കുനിയാൻ അനുവദിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തു. ആൻഡ് യു, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ പ്ലീസ് എന്റെ അടുത്ത് നിന്ന് മാറിപ്പോവാൻ പ്ലീസ് ലീവ് മീ അലോൺ. പിന്നെ ഒരു കാര്യം കൂടെ മോനെ, എപ്പോഴെങ്കിലും പരസ്പരം എന്തെങ്കിലും കുറ്റബോധം തോന്നിയാൽ അപ്പോൾ പെട്ടെന്ന് മാപ്പ് ചോദിക്കൂ. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് ആലോചിക്കണ്ട. പിന്നെ ഈ വാശിയുണ്ടല്ലോ, വാശി, അതുകൊണ്ടാണ് ആൾക്കാർ ഒരുപാട് അകന്നു പോകുന്നത്. ഈ വാശി ഒരു അഹങ്കാരമാണ്. അത് സ്നേഹത്തിനെ നശിപ്പിച്ചു കളയും, ബന്ധങ്ങളെല്ലാം ഇല്ലാതാക്കും. പക്ഷെ ഇതുപോലും അറിയില്ലെങ്കിലോ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ മനുഷ്യൻ എന്താ ചെയ്യാൻ പറ്റുക? കൊള്ളാമല്ലോ, നീ ഇപ്പോഴും ആലോചനയിലാണോ? ഞാനിപ്പോ ആലോചിക്കുന്നത് അച്ചമ്മയോട് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. But I know, ഞാൻ അങ്ങനെ ചെയ്താ എനിക്ക് ആ വ്യക്തിയെ നഷ്ടമാവും. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ അച്ചമ്മേ. ഇപ്പോ നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. നിന്റെ മുറിയിൽ പോയി നല്ലതുപോലെ വിശ്രമിക്കൂ. എന്നിട്ട് വിശ്രമിച്ചു കഴിയുമ്പോൾ നീ എണീക്കില്ലേ, അപ്പോൾ നേരെ ചെന്ന് പ്രിയയോട് മാപ്പ് ചോദിക്ക. അപ്പോൾ കണ്ടോ, മനസ്സിന് വളരെ സന്തോഷം തോന്നും. ആ ചെയ്യില്ലേ? പൊയ്ക്കോ. അമ്മയെ ചെന്ന് കണ്ട കുറച്ച് ആശ്വാസം കിട്ടും. പക്ഷെ എന്റെ മുഖം കാണുമ്പോ തന്നെ അമ്മയ്ക്ക് സംശയം തോന്നിയല്ലോ. നോക്കൂ ചേട്ടാ, ഈ പ്രിയയുടെ വീട് എവിടെയാണെന്ന് ചേട്ടൻ അറിയാമോ? പ്രിയ ചേച്ചിയിലെ ഇതേ വരുന്നേ. പ്രിയ? അവര് രണ്ടുപേരും എന്റെ ക്ലയൻസ് ആണ്. രണ്ടുപേരെന്ന് പറയുമ്പോ ഒരാൾ ഇവിടെ ഇരിക്കുന്നത്, മറ്റൊരാൾ വാഷ്റൂമിലാണ്. ഇവരെന്നെ കൊണ്ടൊരു ഡെയിലി സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ ഇവിടേക്ക് വന്നേ. നിങ്ങള് ഇവിടെ? ആഹാ, പ്രിയ, നന്നായി മോളെ ഇവിടെ വെച്ച് തന്നെ കണ്ടത്. ഞങ്ങൾ ഇവിടെ നിങ്ങളുടെ വീട് തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയയുടെ അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. കുറച്ച് അർജന്റ് ആണ്. ഐ എം സോറി, പക്ഷെ എന്റെ അമ്മയോട് എന്ത് സംസാരിക്കാൻ? കാര്യം പറയാതെ പറ്റില്ലല്ലോ മോളെ. ആ ദിവസം മോളെ എല്ലാം വളരെ നല്ലപോലെ അക്സെപ്റ്റ് ചെയ്തതല്ലേ. നമ്മുടെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതുമാണല്ലോ. പക്ഷേ യു നോ വാട്ട്, ഞങ്ങൾ മോളുടെ പേരൻസിനോട് സംസാരിക്കാൻ മറന്നുപോയിരുന്നു. അത് തനു ഞങ്ങളോട് പറഞ്ഞു മോളുടെ പേരൻസിനോട് സംസാരിക്കണമെന്ന്. തനുവിന്റെയും അഭിയുടെയും വിവാഹത്തെക്കുറിച്ച്. ഒരു മിനിറ്റ്, നിങ്ങൾ തനുവിന്റെ അദ്ദേഹത്തിന്റെ വിവാഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അയ്യോ മോളെ, നീ ചിലപ്പം മറന്നുപോയതായിരിക്കും. ഓർമ്മയില്ലേ മോളെ, നമ്മൾ ഈ ഇടയ്ക്കല്ലേ കണ്ടത്? അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച്. എന്നിട്ട് മോള് തന്നെയല്ലേ പറഞ്ഞത് ജൂണിൽ അബിയുടെയും തനുവിന്റെയും വിവാഹം നടത്തിയാൽ കൊള്ളാമെന്ന്? അത് ഞാൻ കോൺസെപ്റ്റ്. അത് നിങ്ങൾ എക്സാക്ട്ലി നിങ്ങൾ ആരാ? ഞാനാണ് മോളെ തനുവിന്റെ മമ്മി. പിന്നെ ഇത് തനുവിന്റെ ഡാഡി. ഒറ്റ മകളേ ഉള്ളൂ എനിക്ക്. അവൾ ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷേ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പേരൻസ് തന്നെയല്ലേ ചെയ്യേണ്ടത്. അവൾക്ക് അബിയെ ഇഷ്ടമാണ്, മോൾക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ആലോചിക്കായിരുന്നു ഈ കല്യാണം വളരെ പെട്ടെന്ന് തന്നെ നടക്കണമെന്ന്. Isn't it?
ആൾക്കാരുണ്ടല്ലോ എന്നിലൂടെ പ്രോഡക്റ്റിനെ എൻഡോഴ്സ് ചെയ്യാനാ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ്. അതിനെക്കുറിച്ച് നീ ചോദിക്കാനോ പറയാനോ പാടില്ല. ഡീലിനെ കുറിച്ച് സംസാരിക്കുക. ഡീൽ ഡീൽ? ഡീൽ നമ്മുടെ ഇടയിലുള്ള ഡീൽ, ബന്ധം. അതല്ലേ നടക്കാൻ പോകുന്നേ. ഇവരാദ്യമായി നമ്മുടെ അടുത്തേക്ക് വന്നല്ലേ, പുതിയ ബന്ധം തുടങ്ങുമല്ലേ. പ്രിയ, പോവാ മോളെ നിന്റെ വീട്ടിലേക്ക്. ഇല്ല ഇല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ അമ്മ വീട്ടിലില്ല, ഔട്ട് ഓഫ് ടൗണാ. പിന്നെ നിങ്ങൾ അമ്മയെ കാണണമെന്ന് നിർബന്ധമില്ല, ഞാൻ സംസാരിച്ചോളാം. ശരി മോളെ, മോളെ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നാ പിന്നെ മോള് തന്നെ സംസാരിച്ചാ മതി. പക്ഷേ മോളെന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ഓർമ്മയിൽ വെച്ചാ മതി. തനുവിന് എങ്ങനെ ഇത്ര ധൈര്യം ഉണ്ടായി അവളുടെ വീട്ടുകാരെ എന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് അയക്കാൻ? അതും അവളുടെ കല്യാണക്കാരി സംസാരിക്കാൻ ഇപ്പോഴത്തെ വീട്ടിലെ അവസ്ഥ അറിഞ്ഞിട്ട് കൂടി. എന്റെ അമ്മ ഇതെല്ലാം കേട്ടാൽ എങ്ങനെ താങ്ങും? എനിക്ക് തോന്നുന്നത് ഞാൻ തനുവിനോട് നേരിട്ട് സംസാരിക്കേണ്ടി വരുമെന്ന്. എപ്പോഴെങ്കിലും പരസ്പരം എന്തെങ്കിലും കുറ്റബോധം തോന്നിയാൽ അപ്പോൾ പെട്ടെന്ന് മാപ്പ് ചോദിക്കൂ. തെറ്റ് ആരുടെ ഭാഗത്താണെന്നൊന്നും നോക്കണ്ട. എന്റെ അഭി വളരെ ഭാഗ്യം ചെയ്തവനാണ്. പ്രിയയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ലേ. അവൾ ഒന്നും മിണ്ടാതെ നിന്റെ എല്ലാ മുൻചുണ്ടിയും കൈകാര്യം ചെയ്യുന്നു. അബി, എനിക്കറിയാം നീ ഭയങ്കര ബിസിയാണെന്ന്. പക്ഷെ ഞാൻ പറയാൻ വന്ന കാര്യം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറയട്ടെ? ഓക്കെ, ഞാൻ എന്റെ പാരന്റ്സിനെ വിളിച്ചു പറഞ്ഞ് പ്രിയയുടെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട് അവളുടെ അമ്മയോട് സംസാരിക്കാൻ. അപ്പൊ ഇനി നീ എന്റെ പപ്പയോട് സംസാരിക്കണം നമ്മുടെ കല്യാണത്തെ പറ്റി. വാട്ട് ഈസ് ലവ്? എന്തു പറ്റി അബി? ഈ പ്രണയം വെച്ചാ എന്താ? ഓക്കെ, പ്രണയം എന്ന് വെച്ചാ നമ്മുടെ ഉള്ളിലുള്ളതാണ്, നമ്മൾ ഫീൽ ചെയ്യുന്നതാണ്, ഷെയർ ചെയ്യുന്നതാണ്. സ്നേഹത്തോടുള്ള ഹഗ് ഉണ്ടല്ലോ, അതിൽ ഫീലിങ്സ് ഉണ്ട്, പിന്നെ ഇമോഷൻസും ഉണ്ട് അബി. മാത്രമല്ല ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിടിവിടാനേ തോന്നാറില്ല അബി.